ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൽ 3-ാം ദിനം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 27-ാം വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ജീവിതവും ജീവിത പരിസരങ്ങളും വിശുദ്ധിയിലേക്ക് നമ്മെ ഒരുക്കുവാൻ നമുക്ക് തുണ നൽകുന്ന നല്ല നാളുകളാണ് ഈ വലിയ നോമ്പിൻ്റെ നാളുകൾ. ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടും നന്മ വറ്റിപ്പോകുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അവിടെ യഥാർത്ഥ ഭക്തിയെ വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് ഇത്. ഭക്തി എന്തല്ല എന്ന് 26-ാം വാക്യത്തിൽ വിവരിക്കുന്നു. നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുറമേ മാത്രമല്ല, നമ്മുടെ അകവും ശുദ്ധമാക്കപ്പെടണം. 12-ാം വാക്യത്തിൽ പറയുന്നു, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ ജീവകിരീടം പ്രാപിക്കുന്നതിന് അർഹനാകുന്നു. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച് യഥാർത്ഥ ഭക്തിയുള്ളവരായി തീരണം. ഭക്തി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടുകളെയും ആവശ്യത്തിലിരിക്കുന്നവരെയും സ്നേഹിക്കുവാൻ സാധിക്കും. ഭക്തി ശുദ്ധവും നിർമ്മലവുമായിരിക്കണം. ഹൃദയം ശുദ്ധവും നിർമ്മലവുമായവർക്ക് മാത്രമേ യഥാർത്ഥ ഭക്തരാകാൻ സാധിക്കുകയുള്ളൂ. ഹൃദയം ശുദ്ധമാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും ശുദ്ധമാകും. യഥാർത്ഥ ഭക്തരാകുവാൻ ഈ നോമ്പുകാലം നമ്മെ വെല്ലുവിളിക്കുന്നു. ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ ഭക്തി പ്രകടനങ്ങളാകുവാനല്ല, ദൈവത്തെ വെളിപ്പെടുത്തുന്ന യഥാർത്ഥ ഭക്തരാകുവാൻ ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. 2 കാര്യങ്ങൾ ഈ ഭാഗത്ത് പ്രധാനമായി ഇവിടെ എടുത്തു പറയുന്നു. 1, ജീവിതത്തെ സൂക്ഷിക്കുന്ന അനുഭവം. വാക്യം 27-ൽ പറയുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നത് യഥാർത്ഥ ഭക്തിയാണ്. ലോക അനുഭവങ്ങൾ അഥവാ ജഡിക മോഹങ്ങൾ ജീവിതത്തെ തകർത്തു കളയാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും തന്നെത്താൻ കാത്തുകൊള്ളുക. കാറ്റിൽ അണയാൻ തുടങ്ങുന്ന തിരിവട്ടം അണയാതെ കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതുപോലെ സാക്ഷ്യ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നോമ്പ് നമ്മെ ക്ഷണിക്കുന്നു. 2, ജീവിത ബന്ധങ്ങളെ സൂക്ഷിക്കുന്ന അനുഭവം. ഭക്തിയെ വെളിപ്പെടുത്താൻ 27-ാം വാക്യം ആദ്യം പറയുന്നു, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്ന് പറയുന്നു. ദൈവം എനിക്ക് നൽകിയ നന്മകളിൽ സന്തോഷിക്കുമ്പോഴും ചുറ്റുപാടുകളെ കാണാനും ബന്ധങ്ങളെ സംരക്ഷിക്കാനും നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നു. ഇതാണ് സാക്ഷ്യജീവിതം. എന്നാൽ കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ പടിവാതിക്കൽ ക്ഷീണിതനായി കിടക്കുന്ന ലാസറിനെ തിരിച്ചറിയാതെ പോകുന്നു ധനവാൻ. എന്നാൽ യഥാർത്ഥ ഭക്തി പ്രഭാവം അത് ബന്ധങ്ങളെ വളർത്തുന്നതാണ്, ക്ഷീണിച്ച ജീവിതങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അനാഥരെ ചെന്ന് കാണുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ അടയാളമെന്ന്. നോമ്പിൻ്റെ ആരംഭ നാളുകളിൽ നമ്മുടെ യാത്ര ജീവിത നന്മകളെ ഒന്നുകൂടെ തെളിച്ചമുള്ളതാക്കട്ടെ. അനേകർ ക്രിസ്തുനാമത്തെ അറിയട്ടെ. കർത്താവിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, യഥാർത്ഥ ഭക്തരായി തെളിമയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.